വന്നോ എന്ന് ഞാൻ പറഞ്ഞു. ഉം. അതും അപ്പച്ചനങ്ങ് കൊണ്ട്. അത് കഴിഞ്ഞപ്പം നമ്മള് ഒരാളിൽ നിന്നും നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരു അടി നമുക്ക് വരുന്നത് ഇവർ ഈ സെക്ഷൽ വീഡിയോ അല്ലെങ്കിൽ ഫോട്ടോ നമ്മുടെ വാട്സപ്പിലോട്ട് അങ്ങ് അയക്കും. നമുക്ക് ഇറിറ്റേഷൻ ആണ്. ആ പാസ്റ്റായി പോയില്ലേ, അപ്പച്ചന്മാരായി പോയില്ലേ, രണ്ട് തെറി പറയാൻ പറ്റുമോ? പക്ഷേ നമുക്ക് വേണ്ടി ചെറ്റേന്ന് പറയും. ഇനി ഞാൻ പഠിപ്പിക്കുന്നതായിരിക്കും റിയ എങ്ങനെ ട്രീറ്റ് ചെയ്യണോ. ട്രീറ്റ് അല്ല. അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നു, ഞാൻ പിന്നെ ഈ പുള്ളിക്ക് മെസ്സേജ് അയക്കാതെ കുറെ നാളങ്ങി ഇരുന്നു. അപ്പൊ ആ ഗ്യാപ്പിലാണ് ഇദ്ദേഹം ഫേക്ക് ഐഡിയിൽ നിന്ന് എനിക്ക് മെസ്സേജ് അയക്കുന്നത്. ഉം. അപ്പം ഇദ്ദേഹം വേറൊരു ദേവദാസിനെ കുത്തി സംസാരിക്കാനാണ് വന്നത്. അപ്പൊ ഞാൻ എന്തെന്നറിയാമോ, ഇതുപോലൊരു പാസ്റ്റർ ഉണ്ട് അല്ല, ഈ ഇന്നടുത്ത്. പുള്ളിക്ക് ഒരു മിനിറ്റ്, ഇപ്പൊ ഈ കാട്ടുകോഴിക്ക് മക്കളും ഭാര്യയും ഉണ്ട്, ചർച്ചും ഉണ്ട്, വലിയ പാസ്റ്ററുമാണ്. ചർച്ച് അദ്ദേഹത്തിന്റെ ആണോ ഇനി അദ്ദേഹം അവിടെ പോകുന്നതാണോ അതൊന്നും എനിക്ക് അറിയത്തില്ല ഡീറ്റെയില്. മക്കളുണ്ട്, ആൺമക്കളാണെന്ന് തോന്നുന്നു. അപ്പം പുള്ളിക്കാരൻ അമ്മാമയുണ്ടല്ലോ അല്ലേ? അമ്മാമയുണ്ട്. ഉണ്ട്. അമ്മയുണ്ട്. അപ്പം ഞാൻ ഈ പുള്ളിക്കാരനോട് എന്തോ ചെയ്തെന്നറിയാമോ, ഞാന് ഈ അമ്മാമ ഉണ്ടിട്ടാണ് ഈ ലൈംഗിക ദാരിദ്ര്യം കാണിക്കുന്നത്. അതാണ്. മീശയുണ്ടോ പാസ്റ്റർക്ക്? മീശയുണ്ടോ? ഞാൻ ഫോട്ടോ കണ്ടിട്ട് മീശ ഇല്ലെന്ന് തോന്നുന്നു. മീശ ഇല്ലാത്ത കറക്റ്റ്, എല്ലാ ക്രൈറ്റീരിയ ഉണ്ട്. അടുത്ത് അതല്ല, നമ്മളെ അങ്ങ് വിശുദ്ധം കളിയാണ്. നമ്മളെ അങ്ങ് ഭയങ്കര പ്രാർത്ഥിക്കണം. ഗിഫ്റ്റിന് വേണ്ടിട്ട് വിളിച്ചു, പിന്നെ സെക്ഷൽ വീഡിയോ അയച്ചു, ഫോട്ടോ അയച്ചു. അപ്പൊ ഞാൻ റെസ്പോണ്ട് ചെയ്യാൻ പോയില്ല. കാരണം ഞാൻ ചിന്തിച്ചു ഇദ്ദേഹത്തിന് ഇത് എന്തിന്റെ കുഴപ്പമായെന്ന് ചിന്തിച്ച് ഞാൻ ഒന്നും പറയാൻ പോയില്ല. ഇപ്പൊ ഒരു മിനിറ്റ് അറിയ, താഴിരിക്കുന്ന പെന്തക്കൂസ് ഇവിടെ കുറെ നാറികളുണ്ട്. അവരുടെ മനസ്സ് വരുന്നറിയോ, ഈ പെണ്ണുമ്പിള്ളക്ക് ഒന്നും ബ്ലോക്ക് ചെയ്യാൻ പാടില്ല. ബ്ലോക്ക് ചെയ്യേണ്ട ആവശ്യമില്ലടോ. ഇവിടെ 24-22 വയസ്സുള്ളപ്പോ എനിക്ക് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട് റിയ. ഞാൻ ഡിവോഴ്സ് ആയി നിൽക്കുമ്പോൾ കുറെ കാട്ടുകോഴി പാസ്റ്റർമാര്, കളവന്മാര്, അല്ലെങ്കിൽ എല്ലാവരും ശല്യമാണ്. അപ്പൊ പെട്ടെന്ന് ബ്ലോക്ക് ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പൊ റിയ ബ്ലോക്ക് ചെയ്യും. ഇപ്പൊ റിയക്ക് അനുഭവം കിട്ടിയല്ലോ. ഈ അനുഭവമാണ് ഇവിടെ ഷെയർ ചെയ്യേണ്ടത്. കാര്യം നമ്മൾ സമൂഹത്തിൽ ഈ പിള്ളേരെ ബ്ലോക്ക് ചെയ്യാനും എടാ ഇറങ്ങടാന്ന് പറയാനും ഞാനിപ്പോ പാസ്റ്റർമാർ ഒരു ദയാദാക്ഷിണില്ല റിയ. അങ്ങനെ ദൈവം കോപിക്കൊന്നുമില്ല. റിയ മനസ്സിലാക്കേണ്ട കാര്യം, ഇവന്റെ ചെപ്പ അടിച്ച് അവന്റെ അണ്ടനാഭിക്ക് ഒരു ചവിട്ട് കൊടുത്തില്ലെങ്കിലേ ദൈവം കോപിക്കത്തുള്ളൂ. ഞാൻ പറഞ്ഞ ഒരു മിനിറ്റ്, ഇപ്പൊ ബ്ലോക്ക് ചെയ്യാത്ത എന്തുകൊണ്ടാണെന്നുള്ളതാണ് ഇവന്മാരുടെ പ്രശ്നം. ബ്ലോക്ക് ചെയ്യാത്തെന്ന് വെച്ച് കഴിഞ്ഞാലേ, നമുക്ക് ബ്ലോക്ക് നമുക്കിപ്പം വിചാരിച്ചാലും നമുക്ക് ബ്ലോക്ക് ചെയ്യാം. പക്ഷെ ഇവനെ ഈ ഇത്രയും ഡ്രാമ കളിച്ച് വന്നവനെ രണ്ടെണ്ണം പറയാതെ ഞാൻ ബ്ലോക്ക് ചെയ്യത്തില്ല. മനസ്സിലായോ? ഞാൻ ബ്ലോക്ക് ചെയ്തത് എന്നെ എന്ത് ഇദ്ദേഹം പറഞ്ഞോ അതിന് തിരിച്ച് ഞാൻ മറുപടി കൊടുത്തിട്ട് ഞാൻ ബ്ലോക്ക് ചെയ്തു. അപ്പം ഇദ്ദേഹത്തിന്റെ ഡ്രാമ കണ്ടോണം, അതാണ് രസം. ഇയാള് മറ്റൊരാളെ കുറ്റപ്പെടുത്തിയല്ലേ വന്നത്, അല്ലെങ്കിൽ എനിക്ക് നേരെയും ഞങ്ങളുടെ ദേവദാസനെതിരെയും പറഞ്ഞുകൊണ്ടാണല്ലോ ഇദ്ദേഹം വന്നത്. അത് വരാനുള്ള കാര്യം റിയ, അവിടെ നിന്ന് അകറ്റിയിട്ട് തന്നെ എങ്ങനെയെങ്കിലും ചൂഷണം ചെയ്ത് തന്നെ ലൈംഗികമായിട്ട് ഉപയോഗിക്കണം, അത്രയല്ലേ ഉള്ളൂ. ആയിരിക്കുമല്ല, അത് തന്നെയാണ് പുള്ളി. നിങ്ങൾ പോകുന്ന ഒരു സഭയില് ഇവന്മാരുടെ ഏറ്റവും വലിയ പ്രശ്നം ഇതാണ്. ബാക്കി പാസ്റ്റർമാരെ തമ്മിൽ ഇവിടെ തന്നെ നമുക്ക് കാണാം, ഭയങ്കര ചീത്തവിളി, അടിയും ബഹളമാണ്. എന്റെ ആശയം, നിന്റെ ആശയം. പക്ഷെ ഇതൊക്കെ പറഞ്ഞിട്ട് അതിനകത്തൊരു സ്ത്രീ ഈ കലക്കവളത്തെ മീൻ പിടിക്കാൻ നന്നായിട്ട് അറിയുന്ന പെന്തക്കോസ്തുകാരന്മാരാണ്. ആ അപ്രോച്ച് തന്നെയാണ് റിയ എടുത്ത് വന്നത്. ഓക്കെ, ബാക്കി പറഞ്ഞു. അപ്പം സിസ്റ്റർ, ഈ ഫേക്ക് നമ്പറിൽ നിന്ന് വരുന്നുണ്ടല്ലോ പെണ്ണാണെന്നുള്ള ഡ്രാമയില്. അപ്പം ഞാൻ പറഞ്ഞു, ഇന്ന പോലൊരു ദൈവദാസൻ കുറച്ച് ദിവസം മുമ്പ് എന്നെ ഒന്ന് ഇങ്ങനെ പറയാൻ വന്നപ്പം ഞാൻ ഇയാളോട് പറഞ്ഞു ചെറുപ്പക്കാര് പിള്ളാരെ കിട്ടും എന്ന് ഞാൻ പറഞ്ഞു. ഇയാൾ അങ്ങ് ദേഷ്യപ്പെട്ടു പോയപ്പോൾ ഇയാൾ എന്നോടൊരു പ്രവചനം അങ്ങ് കാച്ചി. റിയ മരിച്ചു കിടക്കുന്നതായിട്ട് ഞാൻ കണ്ടെന്നു. കേട്ടോ? അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ ഈ നമ്പറിൽ പറഞ്ഞു. അപ്പൊ ഇയാൾ പറയുക, ഒന്ന് പ്രാർത്ഥിച്ചു നോക്ക്, അങ്ങനൊന്നും ദേവദാസന്മാര് പറയത്തില്ല, ചിലപ്പോ അത് സംഭവിക്കുമായിരിക്കും. ഞാൻ പറഞ്ഞു തേങ്ങയാ പോടാന്ന് പറഞ്ഞു. ചാവരായിരുന്നെങ്കിൽ എന്നേ ചത്തേനെ, നിങ്ങൾ കൊല്ലാതിരുന്നാ മതി എന്ന് പറഞ്ഞു. അപ്പൊ ആ മെസ്സേജ് അങ്ങനെ പോയി. അപ്പോഴും ഞാൻ ചിന്തിക്കും, ഇനി ഇത് ഇങ്ങേര് തന്നെയാണോ? കാര്യം എനിക്ക് കത്തുന്നില്ല. ആരാണ് ഒന്ന് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ചാറ്റ് തുടർന്നുകൊണ്ട് പോകുന്നത്. എനിക്കൊന്ന് പിടി കിട്ടണമല്ലോ, എന്തായാലും എന്നെ ഒന്ന് കവിളിപ്പിക്കാൻ വന്നതല്ലേ. ഇയാളുടെ ലക്ഷ്യം ഒന്ന് മനസ്സിലാക്കണമല്ലോ. പിന്നെ ഞാനെന്ന് വെച്ച് കഴിഞ്ഞാല് അങ്ങനെ പെട്ടെന്ന് പേടിച്ചോ അല്ലെങ്കിൽ വിഷമിച്ചോ പോവത്തില്ല. നമ്മളെ ചൊറിയാൻ വന്നിട്ടുണ്ടെങ്കിൽ തിരിച്ചു ചൊറിഞ്ഞിട്ടേ പോകത്തുള്ളൂ. അപ്പം ഇങ്ങനെ വന്നപ്പം ഞാൻ ഇങ്ങനെ പറഞ്ഞു, പുള്ളിക്കാരൻ ഇങ്ങനെ അങ്ങ് ഭയങ്കര ശല്യമായിരുന്നു ഇങ്ങനെയൊക്കെ പറഞ്ഞപ്പം അടുത്ത ദിവസം ഇയാളുടെ മെസ്സേജേ വരുന്നില്ല.
രാവിലെ തൊട്ട് വൈകിട്ട് വരെ വരുന്നില്ല. അപ്പൊ ഞാൻ അങ്ങോട്ടൊന്ന് ചോദിച്ചു, എന്താ ആന്റി, ആന്റി എന്താ ഇപ്പൊ അനങ്ങാത്തെ ആന്റി? എന്നിട്ട് ആന്റി പറയുവാണേ, നമ്മള് രണ്ടുപേരും തുല്യ ദുഃഖിതരാണ്. എന്റെ ഭർത്താവ് ഗൾഫിലാണ്, എനിക്കും ഹസ്ബൻഡ് ഇല്ലല്ലോ, എങ്ങനാ കാര്യങ്ങളൊക്കെ എന്നോട് അറിയാൻ. അങ്ങനെ ഒക്കെ തുടങ്ങി. ഞാൻ പറഞ്ഞു, കറക്റ്റ്. എനിക്ക് 23 വയസ്സിൽ വന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആലോചിക്കാം. എനിക്കിപ്പോ 36 വയസ്സുണ്ട്. റിയ എന്റെ ഒരു കുഞ്ഞനിയത്തിയെ പോലെ ഉള്ളൂ. ഞാനത് ആലോചിക്കട്ടെ, ചോദിച്ചില്ലെന്ന്. ആ തുല്യ ദുഃഖിതരാണ്, കാര്യങ്ങൾ എങ്ങനെ നടക്കുന്നു, അതാണ് അടുത്ത നടക്കും. പ്രവചനം. അപ്പം അടുത്ത അതൊരു പെണ്ണായിട്ടാണല്ലോ വന്നത്. അപ്പൊ ഞാൻ ഞാൻ പറഞ്ഞു, റിയോട് പറഞ്ഞില്ലേ, ഇവിടെ വരുമ്പം റിയയിൽ നിന്ന് ചോദ്യം ചോദിക്കാൻ ഈ ചൈൽഡ് ലൈനിലൊക്കെ പോകുമ്പം ഒരു ഉം, വനിതാ പോലീസ് ഉണ്ട്. അതുപോലെ ഞാൻ ഇവിടെ ഉണ്ടാവും. പുരുഷന്മാരൊക്കെ ഉണ്ട്, ഞാൻ മാത്രമേ സംസാരിക്കത്തുള്ളൂ. ഇനി ഒത്തിരി പെണ്ണുങ്ങൾ നമ്മുടെ പിന്നാലെ വരുമ്പോൾ ഞാൻ റിയ ഉണ്ട്, ഒരു അനാമികയും കൂടെ ഉണ്ട്. നമ്മളായിരിക്കും ഇനി ഇത് ഇവിടെ പറയുന്നത്. ഈ താഴെ ഇരുന്ന് കേക്ക് ഇവിടെ കുറെ ആൾക്കാർ. റിയ പറഞ്ഞു. അപ്പൊ കാര്യങ്ങൾ അപ്പം നടക്കുന്നില്ലേ, പിന്നെ ആ നമ്മൾ തുല്യ ഓക്കെ. ദുഃഖിതരല്ലേ. അത് അപ്പൊ സ്ഥിരം ഞാൻ നമ്പറാ. പറഞ്ഞു, അടുത്ത് അപ്പൊ ഇതൊക്കെ വരുമ്പോ എങ്ങനെ ഓവർകം ചെയ്യും? ഞാൻ പറഞ്ഞു, എന്തായാലും ചത്തു പോകത്തില്ലല്ലോ, ഫീലിങ്സ് വന്ന് ചത്തു പോകത്തില്ലല്ലോ, അതെ. സമാധാനപ്പെടും. അപ്പം പറഞ്ഞു, എനിക്ക് അങ്ങ് അപ്പൊ ഞാൻ പറഞ്ഞു, എങ്കിൽ സിസ്റ്ററിന്റെ ഗൾഫിലുള്ള ഹസ്ബൻഡിനെ ഇപ്പം വീഡിയോ കോൾ ചെയ്യും, എന്നോട് സംസാരിക്കണ്ടല്ലോ എന്ന് ഞാൻ ആ. പറഞ്ഞു. അപ്പം പറഞ്ഞു, അയ്യോ അത് പിള്ളേര് സമ്മതിക്കത്തില്ല വീഡിയോ കോൾ. ഞാൻ പറഞ്ഞു, പിള്ളേർ ഉറങ്ങിയിട്ട് വിളിക്കണം. അതൊന്നും നടക്കത്തില്ല. അപ്പം ഞാൻ പറഞ്ഞു, സിസ്റ്ററിന് ഇച്ചിരി കൂടുതലാ എന്ന് ഞാൻ പറഞ്ഞു. എന്തോ പറയുന്നല്ലോ. അപ്പം പറഞ്ഞ്, അപ്പം പറയാ, എനിക്ക് അങ്ങനൊന്നും ഇല്ലാത്തത് എന്റെ കുഴപ്പമാണോ? അപ്പൊ എന്നിൽ നിന്ന് തിരിച്ചറിയാനാണ്, അതെ എന്റെ അതെ അതെ എങ്ങനെയാണെന്ന് അതെ അറിയാനാണ് അത് ഞാൻ ജീവിക്കുന്നത്. ആസ്വദിക്കണം. റിയയുടെ ഒരു വാക്ക് മതി ഒരു അഞ്ച് ദിവസം സ്വയംഭോഗം ചെയ്യാൻ വേണ്ടിട്ട് പുള്ളിക്ക്. നമുക്ക് അപ്പോഴത്തേക്ക് ഇവര് ചിന്തിക്കുന്ന എന്താ അറിയോ റിയ? ഇവര് ചിന്തിക്കുന്നത് നമ്മള് എന്തോ ഇപ്പൊ പരിശുദ്ധ മറിയെ പോലെ ആയിരിക്കും നമ്മളെന്ന് അവര് ചിന്തിക്കുന്നത്. ഏതാ? രാത്രി പക്ഷെ അങ്ങനെ ചിന്തിക്കത്തില്ല. രാത്രി നമ്മൾ ഭയങ്കര സ്മാർട്ടായിരിക്കണം. നമ്മൾ ഭയങ്കര എന്തോ സാറേ ഹാഗറിന്റെ നെഞ്ചെ കടന്ന പോലെ ആയിരിക്കണം. പക്ഷെ രാവിലെ ചർച്ച വരുമ്പോഴത്തേക്കും പരിശുദ്ധ മറിയെ പോലെ ആയിരിക്കും. റിയയ്ക്കോ അറിയാലോ അല്ലേ? അത് ഇവർക്ക് മാത്രം അറിയുന്ന ഒരു നമ്പറാണ്. എന്നിട്ട് ഓൾറെഡി റിയ